ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3.4 സെൻറ്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ വീട്ടിലേക്ക് ബസ് റൂട്ടിലേക്കുള്ള ദൂരം 300 മീറ്ററും ഈ വീട്ടിൽ നിന്നും ആലുവ ടൗണിലേക്കുള്ള ദൂരം 5 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 10 കിലോമീറ്റർ മാത്രമാണ്. നമുക്ക് സമയം പാഴാക്കാതെ ഈ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്ന 4 മീറ്റർ വിട്ടുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ്. ഈ വീടിന് ഒരു മോഡേൺ ടൈപ്പ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്, നല്ലൊരു കണ്ടംപററി ഡിസൈൻ. ഈ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഒരു സിമ്പിൾ ടൈപ്പ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്, ബോക്സ് ടൈപ്പ് ഡിസൈനും ഉള്ളിൽ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാം. ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ച്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് വിരിച്ചിരിക്കുന്നത്. രണ്ട് ടൈപ്പ് ഡിസൈനാണ് ഈ മുറ്റത്ത് നൽകിയിരിക്കുന്നത്. ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം, 2 വീലറുകൾ ഇവിടെയും പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസും നൽകിയിരിക്കുന്നു. ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോവാം. അത്യാവശ്യം വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പാളിയുള്ളൊരു മെയിൻ ഡോറാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിലും ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. എൻ്റെ ഈ സൈഡിലും ആ സൈഡിലുമായി 3 പാളിയുടെ ജനലുകളും നൽകിയിരിക്കുന്നു. ഇവിടെയായി ഒരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഏരിയ. 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയയാണ് ഇത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായി ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയും 3 പാളിയുടെ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസും നൽകിയിരിക്കുന്നു. ഇവിടെയായി കൗണ്ടർ ടോപ്പ്, ഇവിടെയായി സ്റ്റോറേജ് സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കിയിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലായി വൈറ്റ് കളർ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായി LED ലൈറ്റും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ളൊരു സ്പേസും നൽകിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളറാണ് വരുന്നത്. മുകളിലും താഴെയുമായി കുറേ സ്റ്റോറേജ് സ്പേസും ഈ കിച്ചണ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് നൽകിയിരിക്കുന്നു. സിങ്കിൽ 2 സെറയുടെ ടാപ്പും കൊടുത്തിട്ടുണ്ട്. കിച്ചണ് പുറമെ വർക്ക് ഏരിയ സ്പേസ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ആ ബെഡ്റൂം. കട്ടളക്കെല്ലാം പാനലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. എൻ്റെ പുറകിലായി 1 പാളിയുള്ള ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെയായി ഇരിക്കാനുള്ളൊരു സ്പേസ് നൽകിയിരിക്കുന്നു. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് കബോർഡുകളെല്ലാം നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള കബോർഡാണ് ഈ ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. ഇവിടെയായി ഒരു മിറർ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇത്. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഒരു സെറയുടെ ടാപ്പും. ഗ്ലോസി ടൈലാണ് ഈ ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെയാണ് ക്ലോസറ്റ്. ഈ വീടിൻ്റെ താഴത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പ് വരുന്നത്. സ്ക്വയർ ട്യൂബും വുഡിലുമാണ് ഹാൻഡ് റെയിൽ വരുന്നത്. ഒരു വുഡിൽ ഡിസൈനാണ് ഈ സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം.
സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായി ഒരു TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണിത്, രണ്ടാമത്തേതാണ് അത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. ഈ വീടിൻ്റെ കട്ടളകളെല്ലാം പാനലിംഗ് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എൻ്റെ പുറകിലായി 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് വാർഡ്രോബെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. ഇവിടെയായി ഷവർ സെൻറ്റർ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായി ഒരു ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എൻ്റെ പുറകിലായി 3 പാളിയുള്ള ഒരു ജനൽ നൽകിയിരിക്കുന്നു. ബേ വിൻഡോ കൺസെപ്റ്റിലാണ് വാർഡ്രോബെല്ലാം വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള വാർഡ്രോബാണ് ഇത്. ഇവിടെയായി ഒരു മിറർ നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഈ ബെഡ്റൂമിന് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായി സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്തായി ഷവർ, ഇവിടെയായി ഒരു ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെയായി ഹാൻഡ് റെയിൽ ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ്. ഇവിടെയായി ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ടെക്സ്ചർ വർക്കാണ് പില്ലറിൽ ചെയ്തിരിക്കുന്നത്. മുകളിലായി ലൂവർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. സിലിണ്ടർ LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 3.4 സെൻറ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ വീട് വരുന്നത് ചൂണ്ടിയിലാണ്. ഈ വീട്ടിൽ നിന്നും ആലുവ ടൗണിലേക്കുള്ള ദൂരം വെറും 5 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 10 കിലോമീറ്ററും ഈ വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് എത്താനുള്ള ദൂരം 15 മിനിറ്റും മാത്രമാണ്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 73 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.